ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇളയച്ചനെ സുധിയും സച്ചിയും മഹേഷും കൂടെ നാട് ചുറ്റി കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. നമ്മുടെ സുധിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സുധിക്ക് താല്പര്യം ഇല്ലാത്തത്, സുധിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തത്. ഏതായാലും നമ്മുടെ മഹേഷിന്റെയും സച്ചിയുടെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ഇളയച്ചന്റെ കയ്യിൽ നിന്ന് എല്ലാം ചോർത്തിയെടുക്കണം. ഇളയച്ചൻ തന്നെയാണോ, എന്തെങ്കിലും കള്ളക്കളി ഉണ്ടോ എന്നൊക്കെ അറിയണം. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സ്കോച്ചിന്റെ കാര്യവും ആ സ്കോച്ച് കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ ഇളയച്ചൻ പറയുന്നുണ്ട് സ്കോച്ച് അത് 5 ഉണ്ടായിരുന്നു, ഒരെണ്ണം രവീന്ദ്രനും കൂടെ ആട്ട് കൊണ്ടുവന്നത്. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കുമാണ് സച്ചിക്ക് ദേഷ്യം വരുന്നത്. എൻ്റെ അച്ഛൻ കുടിക്കുമോ, നിങ്ങൾ എന്തായി പറയുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ സച്ചി അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇളയച്ചൻ പറഞ്ഞ് തൂക്കിക്കേറി വെടിവെക്കരുതേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങളുടെ അച്ഛൻ കഴിക്കില്ലായിരിക്കാം, പക്ഷെ എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ അച്ഛൻ കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ 5 കൊണ്ടുവന്നത്. ഏതായാലും ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ എന്നിങ്ങനെ മഹേഷ് പറഞ്ഞിട്ട് മഹേഷ് സച്ചിയോട് പറയാണ്, എടാ കൊണ്ടുവന്ന സാധനം എടുക്കാൻ പറ. അപ്പോഴത്തേക്കും സച്ചി ഒന്ന് തണുത്തു കേട്ടോ. സച്ചി ഒന്ന് തണുത്തിട്ട് പറഞ്ഞു, അതെ കൊണ്ടുവന്ന സാധനം എടുക്ക്, അതിന് വീട്ടിൽ പോയി എടുത്തോണ്ട് വരണോ? എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോയി എടുത്തോണ്ട് വരാം. ഒരു വലിയ അബദ്ധം പറ്റി. 5 സാധനം കൊണ്ടുവന്നതേ അത് വലിയൊരു അബദ്ധമായിപ്പോയി. ഒരെണ്ണം കൊണ്ടുവരുമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. 5 സാധനം കൊണ്ടുവന്നോണ്ട് എൻ്റെ ദൈവമേ, എന്ത് ചെയ്യാനാ, ഇൻകം ടാക്സുകാർ അതങ്ങ് പിടിച്ചു. ഇത് കേട്ടതും സുധി, ഇൻകം ടാക്സുകാർ എന്തിനാ അത് പിടിക്കുന്നത്? അത് പിന്നെ അത് ഇൻകം ടാക്സ് ആണോ അല്ല കസ്റ്റമർ? അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി, കസ്റ്റംസ്, അത് തന്നെ, കസ്റ്റമറും കസ്റ്റംസ് ഒക്കെ ഒന്നാണല്ലോ. അവരെ അത് പിടിച്ചിട്ട് 5 അവരങ്ങ് എടുത്തു. ഭയങ്കര നഷ്ടമായി പോയി എനിക്ക്. അതുകൊണ്ട് എത്ര രൂപ എനിക്ക് നഷ്ടം വന്നത്. രൂപയുടെ നഷ്ടക്കണക്ക് പോട്ടെ, എത്ര പേർക്ക് കൊടുക്കായിരുന്നു ഇത്. എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കസ്റ്റംസും ആ കസ്റ്റമർ, എന്താ ഈ പറയുന്നത്? കസ്റ്റംസ് അല്ല, കസ്റ്റംസ്, അത് തന്നെ, അവര് കൊണ്ടുപോയി. അതോടുകൂടി തീർന്നു. പിന്നെ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ. എനിക്ക് നല്ല നാടൻ വാറ്റാണെങ്കിലുണ്ടല്ലോ, വാവ്, സൂപ്പറായിരിക്കും. നാടൻ വാറ്റും അതിൻ്റെ കൂടെ നമ്മുടെ ആടിൻ്റെ ലിവർ ഫ്രൈയും, എന്തായിരിക്കും എന്നറിയാമോ? അപ്പോഴത്തേക്കാണ് നമ്മുടെ മഹേഷ് ചോദിച്ച്, ഈ നാടൻ വാറ്റൊക്കെ മലേഷ്യ കിട്ടുമോ? മലേഷ്യ കിട്ടില്ല, പക്ഷെ മലേഷ്യയുടെ അടുത്ത് വേറൊരു നാടുണ്ട്, അവിടെ ഇതൊക്കെ കിട്ടും. ഏതായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതൊക്കെ കുടിക്കാന്നൊക്കെ ഓർത്തിട്ടാ. എനിക്ക് ഈ സ്കോച്ചൊക്കെ കുടിച്ച് മടുത്തുന്നേ. ഈ നാടനൊന്നും അവിടെ കിട്ടാത്തത് കൊണ്ട് എനിക്കിപ്പോൾ അതിനോടാ താല്പര്യം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് സ്കോച്ചിനോടൊക്കെ അല്ലേ. അപ്പൊ അതുപോലെയൊക്കെ തന്നെയാ. സ്കോച്ച് കുടിച്ച് ഞാനങ്ങ് മടുത്തു. എനിക്കിപ്പോ നാട്ടൻ വാറ്റ് കിട്ടുമായിരുന്നെങ്കിലേ കൊള്ളായിരുന്നു. അല്ല, ഇവിടെ കിട്ടാനുണ്ടോ സച്ചി എന്നിങ്ങനെ സച്ചിയോട് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, അമ്പട്ട കള്ള, ഇവിടെ കിട്ടാനുണ്ടോന്നോ? ഇപ്പൊ ഞാനൊന്ന് വിരളിഞ്ഞൊടിച്ചാലേ ഇവിടെ പറന്നെത്തും നാടൻ സാധനമായിട്ട്. എങ്കിൽ പിന്നെ എന്താ താമസിക്കുന്നത്, പെട്ടെന്ന് ആ വിരളങ്ങോട്ട് ഞൊടിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇളയച്ചൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ സുധിക്കാണ് ഒരു സമാധാനം ഇല്ല. സുധി പറഞ്ഞു, എന്താ ഇളയച്ച ഇത്? ഇളയച്ച വേണ്ടാട്ടോ, അയ്യോ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. വേണ്ട ഇളയച്ച, ബാ, ഇവന്റെ കൂടെ നടന്നാലേ നമ്മളും കൂടി പിഴച്ചു പോകും, ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇളയച്ചനെ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോ ഇളയച്ചൻ പറഞ്ഞു, ഇതെന്താ കാണിക്കുന്നത് സുധി? ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ നടക്കത്തുള്ളൂ, ആണുങ്ങൾ ഇങ്ങനെ കൂടുമ്പോഴല്ലേ പറ്റത്തുള്ളൂ. എന്താ നീ കുടിക്കാറൊന്നുമില്ലേ? ഇവൻ കുടിക്കും, കുപ്പിപ്പാല് കുടിക്കും എന്നിങ്ങനെ സച്ചി പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറയുന്നുണ്ട്, അത് പിന്നെ ഇളയച്ച ഞാൻ കുടിക്കാറൊന്നുമില്ല. അയ്യോ എനിക്ക് പേടിയാ, അമ്മ വഴക്ക് പറയും, ശ്രുതി വഴക്ക് പറയും. എനിക്കിഷ്ടമല്ല, അതിന്റെ ചുവ പോലും എനിക്കിഷ്ടമല്ല. എൻ്റെ പൊന്നു മോനെ, നീ കുടിക്കാറില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇന്ന് ഞാൻ കുടിപ്പിച്ച് കാണിച്ചു തരാം. നീ ഒന്ന് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഉണ്ടല്ലോ നീ ഇത് സ്ഥിരം കുടിക്കുന്നേ എന്നൊക്കെ പറയണം. അപ്പോഴത്തേക്കും സച്ചി കൂട്ടുകാരന്മാരെ വിളിച്ചു കേട്ടോ. കൂട്ടുകാരന്മാരെ വിളിച്ചു. പിന്നെ നേരെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് അടിക്കുവാണ്. അടിയോടടി അതുപോലെ അടിയാണ്.
നമ്മുടെ സച്ചി മഹേഷും ഒരു ലിമിറ്റ് ഇട്ടിട്ടാണ് കുടിക്കുന്നത്, വേറൊന്നും കൊണ്ടുമല്ല. എങ്ങനെയെങ്കിലും നമ്മുടെ ഇളയച്ചന്റെ വായിൽ നിന്ന് സത്യങ്ങളൊക്കെ കേൾക്കണം. അപ്പൊ അതുകൊണ്ടുള്ള ട്രിക്കാണ് കേട്ടോ സച്ചിയുടെ മഹേഷിന്റെ. അപ്പോഴേക്കും നമ്മുടെ ഇളയച്ചൻ പറഞ്ഞിട്ട്, സച്ചി ഇതെന്താ നീ ഒരു പെഗ്ഗല്ലേ എടുത്തുള്ളൂ, ഒരെണ്ണം കൂടെ കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും മഹേഷും പറഞ്ഞു എന്നാ നമുക്ക് കുടിക്കാന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നമ്മൾ കുടിച്ചാലേ നമുക്ക് ഇയാളുടെ മനസ്സിലിരിപ്പില്ല എന്താന്ന് അറിയണ്ടേ, അതുകൊണ്ട് നമ്മൾ കുടിച്ചാൽ ശരിയാവില്ല എന്നിങ്ങനെ സച്ചി മഹേഷിനോട് പറയുകയാണ്. അപ്പോഴാണ് ശ്രുതി ഇതൊക്കെ കണ്ടിട്ട്, എൻ്റെ ഈശ്വര ഇതെന്ത് പണിയാ നിങ്ങൾ ഈ കാണിക്കുന്നത്, ഇളയച്ച ഇതുണ്ടല്ലോ ഇത് തീക്കളിയാണ് കേട്ടോ, ഇതെങ്ങാണോ അമ്മയോ അതുപോലെ തന്നെ അച്ഛനോ ശ്രുതിയോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം പോക്കായെന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറയും. ഇപ്പൊ എന്റെ പൊന്നു മരുമോനെ നീ ഇങ്ങോട്ട് വാടാ, നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്, ആണുങ്ങളായാൽ പേടിക്കാൻ പാടില്ല, ശൗര്യം വേണം ശൗര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ പേരിപ്പിച്ച് കാണിക്കണം. എന്നിട്ട് പറഞ്ഞു, ദേ ഇവിടെ വന്ന് മോനങ്ങിയിരുന്നേ, ഈ സാധനം കുടിച്ചു കണ്ടല്ലോ, ഓഹോ തലയ്ക്കൊരു കിക്കായിരിക്കും, പിന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ലോകത്തെ നമ്മുടെ ആ ലോകം ഒരു പ്രാവശ്യം കണ്ടവനെ പിന്നെ ആ ലോകം കാണാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കും, നീ ഇങ്ങ് വന്നേ, ആഹാ കുടിക്കില്ലല്ലേ നിന്നെ ഞാനിന്ന് കുടിപ്പിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ സുധീനെ അവിടെ കൊണ്ടിരുത്തി. സച്ചി പറയുന്നുണ്ട്, വേണ്ട ഇളയച്ചാ വേണ്ട, ശരിയാവില്ല, അവനിതൊന്നും ശീലമില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയല്ലേ ശീലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇളയച്ചൻ അങ്ങോട്ട് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഒരു പെഗ് എടുത്തിട്ട് വെള്ളം പോലും ചേർക്കാതെ, ഇളയച്ചൻ വെള്ളം പോലും ചേർക്കാതെയാണ് കുടിക്കുന്നത്, വെള്ളം പോലും ചേർക്കാതെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ മഹേഷ് പറയുന്നത്, ഇതെന്താടെ ഇയാള് കാണിക്കുന്നത്, എടാ ഇയാൾക്ക് ഒരു സ്റ്റാൻഡേർഡും ഇല്ലല്ലോടാ, ഇതിപ്പോ ഏതോ പൊട്ട ഗ്രാമത്തിൽ നിന്ന് വന്ന പോലെയാണല്ലോ തോന്നുന്നത്, ഇതിപ്പോ വലിച്ചു കയറ്റുന്നത് കണ്ടിട്ടേ ഇയാള് സ്ഥിരം കുടിക്കാരനാണെന്നാ തോന്നുന്നത്. ആ ഒരു സ്റ്റൈലൊക്കെ അറിയാലോ, കുടിക്കുന്നവർക്കറിയാലോ ആ ഒരു സ്റ്റൈലൊക്കെ, സ്ഥിരം കുടിക്കുന്നവരുടെ സ്റ്റൈലൊക്കെ. അങ്ങനെ നമ്മുടെ സുധിക്ക് ആദ്യത്തെ ഒരു പെഗ് വായിൽ ഒഴിച്ചു കൊടുത്തു. സുധിയുടെ കിളിയും പടവും പോയി. സുധി അവിടെ ഇരുന്നപ്പം എന്ത് ചെയ്തു, രണ്ടാമത്തെ പെഗും സുധിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ പറയണോ, സുധി കിളി പോയി നടക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ട്, സുധീനെ കണ്ടു കഴിഞ്ഞിട്ട് പാവം തോന്നും. ആ ഒരു അവസ്ഥ, നല്ല ആക്ടിങ് ആണ് കേട്ടോ നമ്മുടെ സുധി. അപ്പൊ സുധി ആ ഒരു അവസ്ഥയിലാണ്, സുധിക്കിടെ ചെവിയിൽ കൂടെ പുക പോകുന്നോ, കിളി പറന്നു പോകുന്നു, ആ ഒരവസ്ഥ. ലാസ്റ്റ് സച്ചി പറഞ്ഞു, ബാ നമുക്ക് പോകാം, മതി മതി മതി, ദേ ഇവന് വല്ലതും പറ്റും കേട്ടോ, ഇവൻ ഇതൊന്നും ശീലമില്ലാത്തതാണെന്നും പറഞ്ഞ ഒരു വിധത്തില് നമ്മുടെ വീരാനിക്കാനെയും അതുപോലെ സുധീനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അയ്യടാ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, നമ്മുടെ സുധി വീട്ടിലേക്ക് ചെന്നിട്ട് അങ്ങ് തുടങ്ങിയില്ലേ, ആദ്യം ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല, മിണ്ടുന്നില്ല. ശ്രുതി വന്നു, നമ്മുടെ ചന്ദ്ര വന്നു, ഇവരെല്ലാം കൂടെ വന്നു. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അത് പിന്നെ ഇളയച്ചൻ എന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ഇളയച്ചൻ എന്ത് പറഞ്ഞു, ഞാനല്ല, ദേ ഈ സച്ചിയ ഇവന്റെ വായിലേക്ക് ഊറ്റി കൊടുത്തത്, എന്തോ ഒരു വാന്ന കൊടുത്തത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് സച്ചി പറഞ്ഞു, ഇതെന്ത് ഇങ്ങനെ പറയുന്നത്, അയ്യോ അച്ഛമ്മേ ഞാനല്ല കേട്ടോ, ഞാനല്ല. അപ്പൊ മഹേഷും പറഞ്ഞു, അതെ അതെ സച്ചിയല്ല, ഞങ്ങളല്ല. അപ്പോഴേക്കാണ് അച്ഛമ്മ പറഞ്ഞതല്ല, നിന്റെ കൂടെയാണല്ലോ ഇവരെ പറഞ്ഞു വിട്ടത്, നിന്റെ കൂടെയല്ലേ ഇവരെ പറഞ്ഞു വിട്ടത്, ഇവരെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ സച്ചി ഉള്ളത്, നിനക്കല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട്, അല്ലെങ്കിലും എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ കാണിച്ചത്, കുടിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് കുടിച്ചാൽ പോരെ, എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി കുടിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങ് മിക്കിട്ട് കയറാൻ തുടങ്ങി. ഇപ്പൊ രേവതി പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്റെ ഭർത്താവിനെ പറയുന്നത്, എന്റെ ഭർത്താവ് കുടിപ്പിച്ചാലേ നിങ്ങളുടെ ഭർത്താവ് കുടിക്കത്തുള്ളൂന്നുണ്ടോ, എന്റെ ഭർത്താവിനെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് രേവതി ചോദിച്ചു, എന്താ സച്ചേട്ടാ ഉണ്ടായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തിനാ ഞാൻ വെറുതെ പറയുന്നത്. അപ്പോഴത്തേക്കും അച്ഛമ്മ തുടങ്ങി, അയ്യോ എൻ്റെ രവീന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടാൽ അവനാകെ തകർന്നു പോവില്ലേ, ഒന്നാമത് വയ്യാത്തവന്, അവന്റെ മനസ്സിൽ ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. സച്ചി നീ എന്താ സച്ചി കാണിച്ചത്, കഷ്ടമുണ്ടടാ കഷ്ടം, എങ്കിലും നീ ഇത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര പറഞ്ഞത്, അച്ഛമ്മ വളർത്തിയ പുന്നാര മകനല്ലേ, ഡീസന്റ് മകനല്ലേ, ഓഹോ അവനിതൊന്നും ചെയ്യത്തില്ല, അവൻ ഇപ്പൊ ഉണ്ടായില്ല ആ പിള്ളയല്ലേ, ഇവനുണ്ടല്ലോ, ഇവൻ ഇങ്ങനെ ആയി പോയത് ഇവിടെ വളർന്നത് കൊണ്ടാ, ഈ ഒരു നാടിന്റെ സംസ്കാരം അവന് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, ആഹാ എങ്കിലേ കാര്യമായിപ്പോയി, നിനക്ക് ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു എടി, നീ കാരണമാടി സച്ചി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആയി പോയത്, നിനക്ക് നിന്റെ 3 മക്കളെയും ഒരുപോലെ വളർത്തണമായിരുന്നു, ഒരുപോലെ വളർത്തായിരുന്നല്ലോ, അല്ല നിന്റെ 2 മക്കളും വലിയ കേമികളാണല്ലോ, അവര് കള്ളൊന്നും കൈ കൊണ്ട് തുറത്തില്ലല്ലോ, എന്തുകൊണ്ട് നീ അവരെ വളർത്തിയോണ്ട്, എങ്കിൽ പിന്നെ
ഇവനെയും നിനക്ക് വളർത്തത്തില്ലായിരുന്നോ? അപ്പൊ സച്ചി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം നീ തന്നെയാ ചന്ദ്രൻ, അതിന്റെ മൂല കാരണം നീ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ വെക്കിട്ട് കയറാൻ തുടങ്ങിട്ടോ. ചന്ദ്ര ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓഹോ ഇനിയിപ്പോ അത് എന്റെ തലയിൽ എടുത്തിടാൻ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പൊ ശ്രുതി ചെന്നിട്ട് അയ്യോ അമ്മ എനിക്ക് കണ്ടിട്ട് പാവം തോന്നുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇങ്ങനെ ചന്ദ്രയോട് പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞു എങ്കിവാ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശ്രുതി ഇരിക്കുന്നത്. അപ്പം സച്ചു പറഞ്ഞു ഇത് ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, ചീള് കേസ് സിമ്പിൾ അല്ലേ. അതെ രേവതി മോരുവെള്ളം ഇരിപ്പുണ്ടോ? ആ മോരിരിപ്പുണ്ട്, വെള്ളമില്ല. എങ്കിൽ പിന്നെ കുറച്ച് മോരുവെള്ളം ഉണ്ടാക്കാം വാന്ന് പറഞ്ഞ് രേവതിനെ കൂട്ടിക്കൊണ്ട് അകത്ത് പോയി. അപ്പൊ രേവതി ചോദിച്ചു സച്ചേട്ടാ ഇതെന്താ പ്രശ്നം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ പറയാം, ഇനിയിപ്പം ഇത് കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നീ എളുപ്പം മോരുവെള്ളം കലക്കാൻ പറഞ്ഞു. മോരുവെള്ളം കലക്കാണ്. അങ്ങനെ മോരുവെള്ളം കലക്കിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ശ്രുതിയുടെ വായ്ക്കകത്തേക്ക് കോരി ഒഴിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെ കുടിപ്പിച്ച് കഴിച്ചപ്പോഴത്തേക്കാണ് ശ്രുതി അങ്ങ് മിണ്ടാൻ തുടങ്ങിയപ്പോഴോ മിണ്ടണ്ടായിരുന്നു എന്ന അവസ്ഥയായിപ്പോയി. അതുപോലെ ചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നു, ശ്രുതിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു, ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ശ്രുതിക്ക് കലി വരുന്നു. ശ്രുതിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് മാറി നിന്നോണം മര്യാദയ്ക്ക്. എന്താ ശ്രുതി ഈ കാണിക്കുന്നത്? ഈ കൂത്ത് കാണാൻ എനിക്ക് പറ്റത്തൊന്നുമില്ല, ഇതിനാണോ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. വർഷയാണെങ്കിൽ അയ്യോ എങ്കിലും ശ്രുതിയേട്ടൻ കുടിക്കുമല്ലേ? ഓ എന്റെ ശ്രീകാന്ത് കുടിക്കത്തില്ല എന്ന ആ ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ രക്ഷപ്പെട്ടല്ലോ, തൻ്റെ ഭർത്താവ് ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, വാവു എന്റെ ഭർത്താവ് സൂപ്പർ എന്നുള്ള രീതിയിലാണ് വർഷ അവിടെ നിൽക്കുന്നത്. ഒരു തരത്തിൽ ശ്രുതി ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വലിച്ചെടുത്തോണ്ട് റൂമിൽ കൊണ്ടുപോയി നമ്മുടെ ശ്രുതി കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് മര്യാദയ്ക്ക് ഇതാദ്യത്തെ അവസാനത്തെ കുടിയായിക്കോണം, എന്നെ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തി, ഇനിയിപ്പം സച്ചിയുടെ മുഖത്ത് നോക്കി കുടിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ എന്റെ ഭർത്താവ് കുടിയനാന്ന് പറഞ്ഞാൽ ഞാനത് കേട്ടോണ്ട് നിൽക്കട്ടെ? അത് പിന്നെ ശ്രുതി ക്ഷമിക്ക് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കൂപ്പി കാലും പിടിച്ച് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുകയാണ്. ശ്രുതി നിൽക്കുമല്ല, കട്ടിലേ ചെന്ന് കിടക്കുകയാണ്. കുപ്പി അവിടെ ഇരുന്നൊരു കുപ്പി എടുത്ത് വെച്ചിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് തെരുതെര അടിക്കാനും തുടങ്ങിയിട്ട് മേലാൽ ഇനി ഈ പരിപാടി കാണിച്ചേക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കുറെ അടി കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി വെളിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ബീരാനിക്ക് ഒന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് നിന്നതാണ്. പക്ഷെ നമ്മുടെ ശ്രുതി ഇടയ്ക്ക് ബീരാനിക്കയുടെ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബീരാനിക്ക് എനിക്ക് തന്നേന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ബീരാനിക്കല്ല ഇളയച്ചനെ എനിക്ക് തന്നേന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ശ്രുതി പിന്നെ അങ്ങ് ബീരാനിക്കാരുടെ അടുത്ത് ചെന്നില്ലേ, മര്യാദയ്ക്ക് നിങ്ങൾ കെട്ടും പൂട്ടും സാധനവും കൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ വിട്ടോണം, നിങ്ങളുടെ പൂർത്തി ഇവിടെ മതിയാക്കിക്കോണം, മതി നിങ്ങളുടെ പൂർത്തി, ഇനി കൂടുതൽ നിങ്ങൾ ഇവിടെ ഇളയച്ചൻ കളിച്ച് നിൽക്കണ്ട. അപ്പം എന്റെ സിനിമ ജോഷി സാറ് തന്റെ ഒരു സിനിമയും താനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്റെ ജീവിതം കുളവാക്കാനല്ല, ഒന്നുകൂടി സ്ട്രോങ് ആക്കാനായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിങ്ങൾ കാട് വെട്ട് ചോര തൂക്കി വിക്കല് ഇതൊക്കെ അല്ലാതെ നിങ്ങളുടെ വായിൽ നിന്ന് വേറെ എന്തെങ്കിലും സംസ്കാരമുള്ള വാക്കുകൾ വീഴുന്നുണ്ടോ? അയ്യോ ആടിന് എന്താ സംസ്കാരക്കുറവ്? ഓ ഏറ്റവും ബെസ്റ്റ് ഇറച്ചി ആട്ടിറച്ചിയാ. നിങ്ങളുടെ ആട്ടിറച്ചി നിങ്ങളെ ഞാൻ വെട്ടി തുണ്ടമാക്കി ഞാനുണ്ടല്ലോ, നിങ്ങളെ ഞാൻ വെട്ടി വിൽക്കാൻ പോകുന്നത് ഇറച്ചി വിലയ്ക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോ അത് പിന്നെ എന്താ മോളെ എന്താ ഇപ്പം പറയുക, ഞാനേ അറിയാതെ സച്ചി നിർബന്ധിച്ചപ്പം അറിയാതെ ചെയ്തു പോയതാ. അറിയാതെ ചെയ്തു. അവിടുന്ന് വന്നപ്പം ഞാൻ പറഞ്ഞതാ അവന്റെ കൂടെ കൂടി ഓരോന്ന് ചെയ്യരുതെന്ന്. അവൻ ആരാ സാധനം എന്നറിയാമോ? മനസ്സിളക്കാൻ വേണ്ടി അവൻ പലതും ചെയ്യും. എന്റെ ദൈവമേ, ഏത് നേരത്തെ എനിക്ക് തോന്നിയതാണോ ഇതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് തുടങ്ങി കേട്ടോ. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത്. ഏതായാലും നമ്മുടെ ബീരാനിക്കാനെ ഇനിയിപ്പോൾ അധികം ദിവസം വെച്ച് പൊറപ്പിക്കത്തില്ല. ശ്രുതി ഇവിടുന്ന് നേരെ കയറ്റി അയക്കും. ഇല്ലെങ്കിൽ ശ്രുതിയുടെ ജീവിതം തന്നെ കോഞ്ഞാട്ടയായി പോകുന്നു. ശ്രുതിക്ക് നന്നായിട്ട് അറിയാട്ടോ. ഏതായാലും ഇതിനിടയിൽ സച്ചിക്കും മഹേഷിനും വീണ്ടും സംശയം ഇരട്ടിച്ച് വരികയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിക്കും സംശയം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കാരണമാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ പുതിയ ഒരു ചാനലുണ്ട്. അതിനകത്താണ് നമ്മൾ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ഒരു ചാനലിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും കാണുന്നവരുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും വേറൊരു ചാനലിലാണ്, റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.